ഹായ് അസ്സാം വലൈക്കും. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് നമുക്കിന്ന് പുറത്ത് പോവാം. കാരണം ഇവിടെ സൗദിയുടെ ഫൗണ്ടിങ് ഡേ ആണല്ലോ, സ്ഥാപക ദിനം ആയതുകൊണ്ട് തന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലും പുറത്തൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങാമെന്ന് പറഞ്ഞു. കേട്ട പാടെ ഞാനും മക്കളും ചാടി ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിവിടെ ഇങ്ങനെ പ്രവാസികളുടെ കൂടെ വന്ന് നിൽക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ. ഇക്കാൻ്റെ ഒരു നേരത്തെ ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാട്ടോ നമ്മളെ കൂടെ പോരുന്നത്. അപ്പോൾ നമ്മളും തന്നെ ഇത് ഇങ്ങനെ പറഞ്ഞ് കേട്ടാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ നിൽക്കുന്നത് മക്കയിലാണ്. മക്കയിൽ അബ്രാജ് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവുകയാണ് ഉള്ളത്. മക്കയിൽ ജിദ്ദ റോഡിലാണ് കേട്ടോ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ചെറിയ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിതാ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഫ്രണ്ട് ഡോറിൽ തന്നെ കയറി നോക്കിയപ്പോൾ ഇതാ മാഷാ അല്ലാഹ് ഇവിടെ ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് റിച്ചു ദാനും കൂടെയൊക്കെ ആദ്യം പോകുന്നത് ഈ മിഠായിൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചെറിയ മക്കളല്ലേ, അവർക്കും ആ ഒരു ഇൻട്രസ്റ്റ് കാണുമായിരിക്കും നമ്മളെ പോലെ തന്നെ. അപ്പോൾ ഇത് ഞാൻ ആദ്യം നോക്കുക, എനിക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ആദ്യം നോക്കുക കേട്ടോ. വെറൈറ്റി എന്തെങ്കിലും മസാല, സ്പൈസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് ആദ്യം പോകുന്നത്. അപ്പോൾ ഈ ഒരു അൽമറായിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു നോമ്പായിട്ട് ഇറങ്ങിയത് അതുകൊണ്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. അതുപോലെ തന്നെ അബ്രാജ് ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഫുഡ് കോർട്ടൊക്കെ ഒന്നും കൂടെ നല്ല രീതിയിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാളിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല, പ്രത്യേകിച്ച് ഈ സൂപ്പർ മാർക്കറ്റുകളിൽ കേട്ടോ. മാളിലല്ല, സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ അതിങ്ങനെ ഡിസ്പ്ലേ വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു തൃപ്തിയില്ല. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പച്ചക്കറിയുടെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല, പാകിസ്ഥാനി ബീഫൊക്കെയാണ് ഉള്ളത്. അപ്പം നമ്മളതൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് നമ്മളിതൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം കണ്ട് നിങ്ങൾ, ബീഫിൻ്റെ കാലാണ് കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ കഴിക്കുന്നവർ സമ്മതിക്കണം. അങ്ങനെ നമ്മളിതാ ഫിഷിൻ്റെ സെഷനിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ എനിക്ക് കല്ലുമ്മക്കായ വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ നല്ല റേറ്റാണ് ആകെ പാടെയുള്ളത് അതും. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ വാങ്ങിക്കണേന്ന്. നമ്മുടെ നാട്ടിൽ കോഴിക്കോടൊക്കെ പോയാൽ സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നാട്ടിൽ വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അവിടുന്ന് പോന്ന്. ഇപ്പോൾ ഇതാ ഓറഞ്ച് കണ്ടപ്പോൾ ഓറഞ്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും താനും അതിൽ നിന്ന് നല്ലതൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ. കാരണം ഇങ്ങനെ നിരത്തിയിട്ടേ, അപ്പോൾ അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് ഇക്കാനെയും റിച്ചുവിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചക്കറി സെഷനാണ്. അതുപോലെ തന്നെ എനിക്ക് ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വെജിറ്റബിൾസ് വാങ്ങിക്കാനും ഫ്രൂട്ട്സ് വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം അതൊരു ഫ്രഷ് ആയിട്ടുള്ള, നമ്മളങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊന്നും വല്ലാതെ വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. നമ്മളെന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇറങ്ങിയത് തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എൻട്രി ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആദ്യമൊന്ന് പേടിച്ചെങ്കിലും പിന്നീട് ധാനന് ഭയങ്കര ഇഷ്ടമായിപ്പോയി ഈ ഒരു സംഭവം. രാവിലെ തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോയി നോക്കിയപ്പോൾ ടാറ്റു അല്ല, ഫേസ് സ്റ്റിക്കർ പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ധാനുവിനെ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ്, കാക്ക ചെയ്തിട്ട് ഏകദേശം എൻ്റെ ചാനലിൽ ഒരു 1 മില്യൺ അടിച്ചൊരു വീഡിയോ ഉണ്ട് കേട്ടോ ഇതേപോലെ വരച്ചിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ എപ്പോഴും ധാനുവിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ധാനു ഇപ്രാവശ്യം ആ ഒരു അറ്റംപ്റ്റ് ഏറ്റെടുത്തു എന്ന് പറയില്ലേ, ഓക്കെ ഞാനും റെഡി, എനിക്കും വരക്കണം എന്ന് പറയില്ലേ, അതേപോലെ ആയിരുന്നു കേട്ടോ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു സ്പൈഡറിൻ്റെ സ്റ്റിക്കറും വരച്ചു കൊടുത്തിട്ടോ.
ഇവിടെ മെഹന്തി ഇടുന്നുണ്ട് കയ്യിൽ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്കർ, ഡ്രോയിങ്, കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ പരിപാടികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആൾ ഭയങ്കര സൈലൻ്റായിട്ട് അതിന് വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും കഫക്കെട്ട് പിടിച്ചിട്ടുണ്ട്, ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എന്തായാലും വേണ്ടിയില്ല, പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ. ആ ഒരു ആറ്റിറ്റ്യൂഡാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വരച്ച് ആളവിടെ സെറ്റായിരുന്ന് ഇതിങ്ങനെ വരച്ച് നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഗിഫ്റ്റ് ഉണ്ട്, ഗാവയുണ്ട്, ഈത്തപ്പഴമുണ്ട്, ബലൂൺസും ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 2 ഗിഫ്റ്റ് കിട്ടി. അത് രണ്ടുപേരും നോക്കുകയാണ്. ഇവിടുന്ന് ഗാവ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈത്തപ്പഴം എടുത്തു. ഗാവ കുടിക്കുമ്പോൾ അത് നമുക്കിഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഒരു ഈത്തപ്പഴം കഴിച്ച് നോക്കണം കേട്ടോ. അല്ലാതെ നമുക്കത് കുടിക്കാൻ കഴിയില്ല. നിങ്ങളെ അഭിപ്രായം തന്നെയാണോ? അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു 360ൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, ക്യാമറ വെച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം മഗ്‌രിബിൻ്റെ ശേഷം ഒരു 7 മണിക്ക് ശേഷം തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാവരും ഷൂട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു ഇത് കണ്ടിട്ട്. അപ്പോൾ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 7 മണി വരെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈ ഒരു അറേബ്യൻ കൾച്ചറൽ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാഷാ അല്ലാഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം വേറെ ഒരാളും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ മാഷാൻ ബിയർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പേടിയുണ്ട്. എന്നാലും ഒന്ന് പോയി ടച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടോ. അതിന് ശേഷം ഈ ഒരു പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റേജൊക്കെ കെട്ടി മക്കൾക്കുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഒക്കെയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത്. ഇതിൻ്റെ വോയിസ് ഞാൻ ഒരുപാട് വോയിസ് ഇടാത്തതെന്ന് വെച്ചാൽ യൂട്യൂബിൽ കോപ്പിറൈറ്റ് മിക്കവാറും കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. കാരണം ആ ഒരു ട്യൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ മക്കയിലുള്ള അബ്രാജ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ഏകദേശം ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് തിരിച്ച് റൂമിലോട്ട് പോയി. എപ്പോഴും പുറത്തിറങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. തിരിച്ച് റൂമിലോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഓരോരോ പരാതികളായിരിക്കും. പക്ഷെ എന്നാലും കുറച്ച് ടൈമാണെങ്കിലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അടിപൊളിയായിരുന്നു കേട്ടോ.